ഫാത്തിമ ബാബു എന്ന പേര് പറഞ്ഞാൽ ഒരു പക്ഷേ കക്ഷി ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ രാവണപ്രഭു എന്ന സൂപ്പർഹിറ്റ് സിനിമയിലെ മുണ്ടക്കൽ ശേഖരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആമുഖങ്ങളൊന്നും വേണ്ട. കാരണം അത്രയേറെ മലയാളികൾക്ക് പരിചിതമാണ് ആ സ്ത്രീ മുഖം. രാവണപ്രഭുവിന് ശേഷം ഒട്ടനേകം സിനിമകളിലും അഭിനയിച്ച നടി ഫാത്തിമ ബാബു ഒരു മലയാളിയാണെന്ന് അധികമാർക്കും അറിയില്ല. പോണ്ടിച്ചേരിയിലെ ഒരു മലയാളി മുസ്ലിം കുടുംബത്തിലാണ് ഫാത്തിമ ജനിച്ചത്. കൊമേഴ്സിൽ ബിരുദം നേടിയ ശേഷം അഭിനയമോഹവുമായി നടക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടെ വച്ചാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ഹിന്ദു യുവാവായ ബാബുവിനെ ഫാത്തിമ കണ്ടുമുട്ടുന്നത്. ആദ്യമൊന്നും പ്രണയത്തിൻ്റെ യാതൊരു സൂചനകളും ഇവർ തമ്മിലുണ്ടായിരുന്നില്ല. ഫാത്തിമയുടെ ടെന്നീസ് കളി ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നു ബാബു. എന്നാൽ ഫാത്തിമ അവധിക്ക് നാട്ടിൽ പോയപ്പോഴാണ് ബാബു തൻ്റെ ഉള്ളിലെ പ്രണയം തിരിച്ചറിഞ്ഞത്. അവളില്ലാത്ത നിമിഷങ്ങൾ ബാബുവിനെ അസ്വസ്ഥനാക്കി. ഒടുവിൽ പ്രണയം സഹിക്കവയ്യാതെ ബാബു തൻ്റെ ബൈക്കിൽ ഫാത്തിമ സഞ്ചരിച്ച ബസ് പിന്തുടർന്ന് ചെന്ന് അവളെ പാതി വഴിയിൽ ഇറക്കി പ്രണയം തുറന്നു പറയുകയായിരുന്നു. ബാബുവിൻ്റെ നിഷ്കളങ്കത ഫാത്തിമയെ ആകർഷിച്ചെങ്കിലും വിവാഹത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമായിരുന്നില്ല. ടെന്നീസ് കളിക്കിടെ ബാബു നൽകിയ പ്രണയലേഖനം കണ്ട് ദേഷ്യപ്പെട്ട ഫാത്തിമ അയാളെ വഴക്കു പറഞ്ഞു. സങ്കടം താങ്ങാനാകാതെ ബാബു തളർന്നു വീണ് ആശുപത്രിയിലായി. ആശുപത്രിക്കിടക്കയിൽ വെച്ച് തനിക്ക് ടെൻഷൻ താങ്ങാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന ബാബുവിൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ ഫാത്തിമയുടെ മനസ്സലിഞ്ഞു പോവുകയായിരുന്നു. ആ നിമിഷം ബാബുവിനെ വിവാഹം കഴിക്കുവാൻ ഫാത്തിമ തീരുമാനിക്കുകയും ചെയ്തു. മതമായിരുന്നു അവരുടെ പ്രണയത്തിന് മുന്നിലെ ഏറ്റവും വൻമതിലായി മാറിയത്. ഫാത്തിമയുടെ ഉമ്മ ഒഴികെ എല്ലാവരും വിവാഹത്തെ എതിർത്തു. ഒടുവിൽ എതിർപ്പുകളെല്ലാം അവഗണിച്ച് അവർ രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. തുടക്കത്തിൽ സ്വന്തം മതവിശ്വാസങ്ങളിൽ ഉറച്ചുനിന്ന ഫാത്തിമ തൻ്റെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന ഭർത്താവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ സ്വയം മാറുകയായിരുന്നു ഫാത്തിമ. നമ്മൾ മനുഷ്യരാണ്, അതാണ് നമ്മുടെ മതം എന്ന ബാബുവിൻ്റെ വാക്കുകൾ ഫാത്തിമയെ സ്വാധീനിച്ചു. പിൽക്കാലത്ത് തൻ്റെ ഇഷ്ടപ്രകാരം ഹൈന്ദവ ആചാരങ്ങൾ സ്വീകരിക്കുകയും പൊട്ടുതൊടാനും താലി ധരിക്കാനുമെല്ലാം ഫാത്തിമ തീരുമാനിക്കുകയായിരുന്നു. എങ്കിലും തൻ്റെ സ്വത്വമായ ഫാത്തിമ എന്ന പേര് അവർ ഉപേക്ഷിച്ചില്ല. ഇന്ന് 2 ആൺമക്കളോടൊപ്പം സന്തുഷ്ടകരമായ ദാമ്പത്യം നയിക്കുകയാണ് ഫാത്തിമ. അതിനിടയിൽ ദൂരദർശനിൽ വാർത്താ അവതാരകയായും ഫാത്തിമ എത്തിയിരുന്നു. പിന്നീട് ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ രംഗത്തേക്ക് ഫാത്തിമ കടന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.